പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചനം പഠിക്കുവാനായി വളരെ ഉത്സാഹത്തോടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസിനെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ തുടർമാനമായി നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവദാസനെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം എല്ലാവരും പ്രത്യേകാൽ കേരളത്തിൽ നടക്കുന്ന എല്ലാവരും അറിയാമല്ലോ, പല പ്രിയപ്പെട്ടവരും റാന്നിക്കാരും ഒക്കെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും സുരക്ഷിതരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രതിസന്ധിയിലും കർത്താവിന്റെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്യ പിതാവേ, നല്ല സമയത്തോർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ വചനത്തെ കേൾക്കുവാനും പഠിക്കുവാനും കടന്നു വരുന്ന കർത്താവെ, അങ്ങയുടെ തിരുസാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരും തക്ക സമയത്ത് കൂട്ടി വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷക്തനെ ഓർക്കുന്നു കർത്താവെ. വചനം പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഗ്രഹിക്കുവാനും കർത്താവെ അനുഗ്രഹമായി തീരുവാനും സ്വർഗം സഹായിക്കണമേ. ആത്മസാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് വചനത്തെ പഠിപ്പിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനെ ഓർക്കുന്നു കർത്താവെ. നിന്റെ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കാൽ നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകം നമ്മുടെ എന്തോ മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അപായമായിട്ട് ഫോണിൽ ഭയങ്കര സൈറം അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം പത്തനംതിട്ട ജില്ലയ്ക്ക് മൊത്തം ഒരു നല്ല രീതിയിൽ എല്ലാവരും സൂക്ഷിക്കണം എന്നൊരു ഇതാ ഗവൺമെന്റ് വിട്ടിരിക്കുന്നത്. കാരണം അതുപോലെ അപകടങ്ങൾ നടക്കുന്ന ഒരു ഇത് മുൻകരുതൽ എടുക്കണം എന്ന് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഇന്നലെ എന്നോട് ആരൊക്കെയോ പറഞ്ഞിരുന്നു ഈ മൊബൈലിലൊക്കെ സൈറനൊക്കെ അടിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ. പ്രത്യേകാൽ നമ്മുടെ സുവിശേഷത്തിന്റെ ഈറ്റില്ലമായ പത്തനംതിട്ട അനേക സുവിശേഷ പ്രവർത്തനങ്ങളുടെ എല്ലാം ഈറ്റില്ലമാണ്. ദൈവം ആ ദേശത്തോട് മനസ്സലിയട്ട്. നമുക്ക് പ്രത്യേകാൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പല ഹെഡ് ക്വാർട്ടേഴ്സുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ ദൈവസഭകളെയൊക്കെ ദൈവം സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്കറിയാം പലർക്കും നെറ്റിന്റെ പ്രോബ്ലവും മറ്റു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ടും ഇന്ന് രാത്രിയിലും ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ലാലു പാസ്റ്റർ, ഷാജി പാസ്റ്റർ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെ, പഠിക്കുവാൻ വന്നിരിക്കുന്ന ഓരോ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ. ആ വിഷയങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാത്തിൻ്റെയും പരിഹാരം കർത്താവാണ്. കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. ആ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഏകദേശം 7-8 ആഴ്ചകളായിട്ട് അന്ത്യകാല പ്രവചനങ്ങൾ, അതിനോടുള്ള അന്ത്യകാല സംഭവങ്ങൾ എന്നുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി പഠിക്കുവാൻ നമുക്ക് സാധിച്ചു. അനേക മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ഇതിൽ കൂടി മനസ്സിലാക്കുവാനും ഇനിയും മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളുണ്ട്, അത് കർത്താവ് വെളിപ്പെടുത്തി തരുവാനും നമുക്ക് ഇത് പഠിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മയിൽ വെക്കാൻ ശ്രദ്ധിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ ആഴ്ചയിൽ പഠിപ്പിച്ചപ്പോൾ ഒരു സ്ലൈഡ്, നമ്മുടെ അവസാനത്തെ സ്ലൈഡിൻ്റെ പുറകിലുള്ള സ്ലൈഡ്, അതിനകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് ഒരു പ്രിയ സഹോദരി ലാലു പാസ്റ്ററിനെ വിളിച്ച് പറയുകയും ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന്.
ഈ ലൈന് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ സ്ലൈഡ് നോക്കുകയാണെങ്കിൽ ഈ ലൈൻ ഇത് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതിൻ്റെ അവസാനത്തെ സ്ലൈഡിൻ്റെ പുറകിലുള്ളതാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിരുന്നത് 1,73,879 ദിവസം എന്നാണ് ഇവിടെ എഴുതിയിരുന്നത്. അതല്ല, അത് 859. അത് അന്നേരം ടൈപ്പ് ചെയ്തതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. അതാണ് ഒരു വിഷയം. ആ സിസ്റ്റർ അത് ഫസ്റ്റ് ഞാൻ 1,73,859 എഴുതിയിരിക്കണേ ഫാസ്റ്റ് കൊടുത്ത. എന്തോ ഒന്നുകൂടെ പറഞ്ഞാട്ടെ. 1,00,000 ഞങ്ങളെല്ലാം കറക്റ്റ് ആക്കിയാണ് എഴുതിയത് മാസ്റ്റർ. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ടൈപ്പ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നുകൊണ്ട് നിങ്ങൾക്കത് ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത് മനസ്സിലായത്. അത് കേട്ടത് വളരെ സന്തോഷം. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. രണ്ടാമത് ഒരു സിസ്റ്റർ ഒരു ചോദ്യം അയച്ചത് ലാലു പാസ്റ്റർ എനിക്ക് അയച്ചു തന്നിരുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം 7:30 അതുകൊണ്ട് താൻ ജനിച്ചത് BC 4 എന്ന് പറഞ്ഞത് എന്താണ്? അത് മനസ്സിലായില്ലല്ലോ എന്ന് ആ പ്രിയ സഹോദരി പറഞ്ഞതുകൊണ്ട് അതും അതിനെക്കുറിച്ചുള്ള ഒരു വിവരണവും ഞാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ആദ്യ കാലത്ത് തന്നെ നിങ്ങളോട് ഓർമ്മിപ്പിച്ചു. നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ചരിത്രം അത് എഴുതിയിരിക്കുന്നത് പല ഭാഗത്തു നിന്നാണ്. ക്രിസ്തീയ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്, സെക്യുലർ ഈ ലോകത്തിലെ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ അതിൻ്റെ ചിലതായ ചരിത്രങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പം ഇത് ഒരു യഥാർത്ഥ എക്സാക്റ്റ് ഒരു നമ്പറിനെ കുറിച്ചോ ഡേയെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കരുത്. കാരണം ഇതെല്ലാം വർഷങ്ങൾക്ക് ശേഷം, സംഭവങ്ങൾ നടന്നതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം എഴുതിയ പുറകിലോട്ട് നോക്കി കണ്ടുപിടിച്ച് എഴുതിയ ഡേറ്റുകളാണ്. അന്ന് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ആരും എഴുതിയ ഡേറ്റ് അല്ല അത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ചരിത്രകാരന്മാർ ചരിത്രം എഴുതുമ്പോൾ അന്നത്തെ കാര്യങ്ങളുടെ അറിവിലും ഒക്കെ വെച്ച് ചുരുളുകളിൽ എഴുതിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ചരിത്രത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എക്സാക്റ്റായിട്ട് ഉള്ള ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഒന്നും നമ്മൾ അത് എക്സാക്റ്റായിട്ട് അതിനെക്കുറിച്ച് അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഏകദേശമായ കാലത്ത് അത് നടന്നു എന്ന് നമുക്ക് ഈ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം. അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ആശയം. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ വഴി നല്ലവണ്ണം പരിചയമില്ലാത്തതുകൊണ്ട് ഒരു കടയിൽ ഇറങ്ങി ചോദിച്ചു, ഇന്ന സ്ഥലം എവിടാണ്? അവിടെ ഒരു പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇവിടുന്ന് ആ വളം അങ്ങോട്ട് തിരിയുമ്പോൾ ആ സ്ഥലത്തതാണ്. ഇവിടുന്ന് എൻ്റെ മനസ്സിലന്ന് തോന്നി ആ വളം അങ്ങോട്ട് തിരിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 1-2 ഫർലോങ് എന്ന് വിചാരിച്ചു. എന്നാൽ 1 മൈലിൽ കൂടുതൽ നടന്നപ്പോഴാണ് വളവ് കണ്ടത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം, നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെയും ആ കോണ്ടെക്സ്റ്റ് വെച്ചാണ്. നാട്ടിലെ ഒരാൾക്ക് ആ വളവെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്ന ഒരു ചെറിയ ദൂരം, എന്നാൽ എൻ്റെ മനസ്സിലിരുന്നത് അത് ഒരു ചെറിയ ദൂരമാണെന്ന് യഥാർത്ഥത്തിൽ കണ്ടപ്പോൾ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലാണ് ഈ ചരിത്രങ്ങൾ പലതും നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട പേര്. യഥാർത്ഥ എക്സാക്റ്റ് ഡേറ്റ് ഇതൊക്കെയും ശരിയാണെന്നോ ഉള്ളത് കംപ്ലീറ്റ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഞാനൊരു ഈ കാൽക്കുലേഷനൊക്കെ ചെയ്തത് പല ചരിത്രകാരന്മാരുടെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി അതിൽ എനിക്ക് ഏറ്റവും റീസണബിളായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഏകദേശം കറക്റ്റ് ഡേറ്റ് ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇനിയും എന്താണ് BC 4 കർത്താവ് ജനിച്ചത് എന്നുള്ളതിൻ്റെ 1-2 കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചതിൻ്റെ കാര്യങ്ങളെന്ന് ഞാൻ 1-2 കാര്യത്തിൽ കാണിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ
ഒന്ന് ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അഞ്ജു സിസ്റ്റർ ആ വാക്യം ഒന്ന് വായിച്ചായിട്ട്, മത്തായി സുവിശേഷം 2:1. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു ആ യഹൂദയിൽ ബേത്ലഹേമിൽ ജനിച്ച ശേഷം ആ കിഴക്ക് മ- നിന്ന് വിദ്വാൻ മതി. അപ്പോൾ ഒന്നുകൂടെ ആ ഭാഗം ഒന്നുകൂടെ വായിച്ചാടെ. ഹെരോദ രാജാവിന്റെ കാലത്ത് ഹെരോദാവ് യഹൂദയിലെ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ആ ശേഷം മതി. യഹൂദ്യയിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചു. അപ്പോൾ യേശു ജനിച്ചത് ആരുടെ കാലത്താ എന്നാ പറഞ്ഞത്? ഹേരോദാവ് രാജാവ്, ഹേറഡ് ദ ഗ്രേറ്റ്, ആ രാജാവിൻ്റെ കാലത്താണ് യേശു ജനിച്ചത് എന്ന് ഇവിടെ നമ്മുടെ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു മനസ്സിലാകും. ഇനിയും ഈ ഹേരോദാവ് എന്നാണ് മരിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. 2 ഡേറ്റ് അവിടെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കും. ഒരു ഡേറ്റ് BC 4. BC 4 ഹെരോദാവ് മരിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. വേറെ ചില ചരിത്രകാരന്മാർ പറയുന്നത് BC 4 BC 1. ഞാൻ ഈ BC 4 എന്നുള്ള ഇതാണ് എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളോട് പറയാം. അപ്പം BC 4 എടുത്തതിൻ്റെ കാരണം ഹേരോദാവിൻ്റെ കാലത്താണ്, ഹേരോദാവ് ജീവിച്ചിരിക്കുമ്പോഴാണ് യേശു ജനിച്ചതെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹേരോദാവ് മരിച്ചത് BC 4 ആ 4 ആയിരിക്കണം യേശു ജനിച്ചത്. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായവരൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് ഒന്ന് കൈവർത്തി പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അപ്പോൾ മനസ്സിലായി യേശുവിൻ ഹേരോദാവിൻ്റെ കാലത്ത് യേശു ജനിച്ചു. ഹേരോദാവ് BC 4 മരിച്ചുവെങ്കിൽ ആ മരിച്ചതിന് മുമ്പായിരിക്കണം യേശു ജനിച്ചത്. അതുകൊണ്ടാണ് BC 4 എന്നതാണ് ഏറ്റവും ആധികാരികമായ ചരിത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ജനിച്ചത് BC 4 ഞാനും പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നാൽ BC ആൻഡ് AD എന്ന് പറയുമ്പോൾ, AD എന്ന് പറഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ് അന്നോ ഡൊമിനി, അല്ലെങ്കിൽ ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഈ മാണസ്തേരിയിലൊക്കെ താമസിക്കുന്ന ഒരു അച്ഛനെ പോലുള്ള ഒരാൾ ചരിത്രം നോക്കി എഴുതിയതാണ് ഈ AD 1 അത് ഇത് ഈ രീതിയിലാണ് എന്നും എഴുതിയതിൻ്റെ ആ കാര്യം കൊണ്ടാണ് നമ്മൾ AD 1 യേശു ജനിച്ചതെന്ന് പറയുന്നത്. എന്നാൽ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ BC 4. ഇനി അതിന് 1-2 കാര്യങ്ങൾ ചെറുതായിട്ട് പറയാം. അതല്ല നമ്മുടെ വിഷയം, എന്നാലും ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ പിന്നെ അഞ്ജു സിസ്റ്റർ ആ വാക്യം എന്നുള്ളത് വായിച്ച് 2-ാമത്തെ 1-ാം വാക്യം നിർത്തി വായിക്കണം കേട്ടോ. ഹലോ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചു. ഓക്കെ, നമുക്ക് ഒരു നിമിഷം നിർത്താം. അപ്പോൾ ഈ യേശു ജനിച്ചു കഴിഞ്ഞ് കിഴക്ക് നിന്ന് വിദ്വാൻമാരെ യെരുശലേമിലെത്തി ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ജനിച്ചവൻ ആരെ എന്ന് ചോദിക്കാതെ അത് അവിടുത്തെ രാജാവായിരിക്കുന്ന ഹേരോദിനോടാണ് പോയി ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു. കിഴക്കെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ വേദപുസ്തകത്തിൽ കിഴക്ക് വടക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിൻ്റെ ആ സ്ഥാനം വെച്ചാണ് കിഴക്കും തെക്കും വടക്കും എല്ലാം ബൈബിളിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. മാപ്പ് നോക്കുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇസ്രായേൽ, ഈ ഭാഗം. അപ്പോൾ ഇസ്രായേലിൻ്റെ കിഴക്കെന്ന് പറയുന്നത് ഇതാണ് കിഴക്ക്. നമ്മൾ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ഈ മാപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, മാപ്പിനെ നോക്കുമ്പോൾ മാപ്പിൻ്റെ മോള് നോർത്താണ്, മാപ്പിൻ്റെ താഴെ സൗത്താണ്, റൈറ്റ് സൈഡിലാണ് അതിൻ്റെ ഈസ്റ്റ് അല്ലെങ്കിൽ തെക്ക് ഭാഗവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെക്ക് ഭാഗമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സൗദി അറേബ്യ, ഇറാന്, ഇറാഖ്, ഇതൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഈ
ഈ കിഴക്ക് ഭാഗത്ത് നമ്മളിപ്പം വായിച്ചതുപോലെ എന്തോ അവിടെ പറഞ്ഞത് അവിടെ യെരുശലേമിലെത്തി ഇസ്രായേലിന് കിഴക്കുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളാണ് കിഴക്കുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇറാഖ്, ഇറാന്, സൗദി അറേബ്യ, ഈ പ്രദേശം. അന്ന് അവിടെ ബൈബിൾ എഴുതിയിരിക്കുന്നത് പേർഷ്യ അല്ലെങ്കിൽ കിഴക്ക് എന്നുള്ള രാജ്യമാണ്. അപ്പോൾ വിദ്വാൻമാർ അവിടെ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ എത്ര സമയമെടുത്തു അവർ വരാൻ? ഈ സൗദി അറേബ്യയിൽ നിന്നും നിങ്ങൾ പലരും താമസിക്കുന്നവരുണ്ട്, ഇപ്പം ഈ ക്ലാസ്സിൽ കാണും. സൗദി അറേബ്യയിൽ നിന്നോ പേർഷ്യയിൽ നിന്നോ എന്ന് പറഞ്ഞ ഇറാനിൽ നിന്നൊക്കെ ക്യാമലാണ്, അന്ന് ഒട്ടകത്തിൻ്റെ പുറത്താണ് വരുന്നത്. ഒട്ടകത്തിന് പുറത്ത് യാത്ര ചെയ്ത് വരികയാണെങ്കിൽ എത്ര സമയമെടുക്കും? അത് നമുക്ക് മനസ്സിലാക്കി. ഇന്നത്തെ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ഒട്ടകം ഒരു ദിവസം നടന്നാൽ ഒരു 20 മൈല്, 15 മൈൽ, 20 മൈലൊക്കെയാണ് നടക്കുന്നത്. ഈ ഇറാനും അല്ലെങ്കിൽ സൗദി അറേബ്യയും ബേത്ലഹേം അല്ലെങ്കിൽ യെരുശലേം ഏകദേശം 1000 മൈലുകളോളം ദൂരമുണ്ട്. അപ്പോൾ അത് കണക്ക് കൂട്ടി വെച്ചാൽ ഇവരുടെ യാത്രയ്ക്ക് തന്നെ 2-3 മാസം എടുക്കും. എന്നാൽ ഈ വിദ്വാൻമാരെന്ന് പറഞ്ഞത് അവരെ എപ്പോഴാണ് ഈ വിവരങ്ങൾ കേട്ടത്, എത്ര നാൾ കഴിഞ്ഞാണ് അവർ ഇറങ്ങിയത്, ഇറങ്ങി ഇടയ്ക്കൊക്കെ അവരവിടെയൊക്കെ താമസിച്ചോ, സമയങ്ങൾ കഴിഞ്ഞോ എന്നൊന്നും നമുക്കറിയത്തില്ല. ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഹേരോദാവ് 2 വയസ്സിന് താഴെയുള്ള പിള്ളേരെ കൊല്ലുവാൻ കൽപ്പിച്ചതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് ഊഹിക്കാനേ സാധിക്കത്തുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ വിദ്വാൻമാരെ മിക്കവാറും എല്ലാം അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 1 വർഷമെങ്കിലും ആയി കാണും എന്ന് വിചാരിക്കുന്നു. കാരണം ഈ യാത്രയുടെ അതിൻ്റെ പ്രിപ്പറേഷന്, പിന്നെ യാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കണ്ടുപിടിച്ചപ്പോൾ ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെ താമസിച്ച് കാണും. അപ്പോൾ ആ സമയത്തേക്ക് യേശു ക്രിസ്തു അന്ന് വെറും പിഞ്ചു പൈതലായിരുന്ന താനിപ്പോൾ കുറച്ചുകൂടെ വളർന്നു. അപ്പോൾ തന്നെ ഉൾപ്പെടുത്തി താൻ അതിനകത്ത് കൊല്ലപ്പെടുന്ന പിള്ളേരിൽ താൻ ഉൾപ്പെടണമെന്നുള്ളത് ഹേരോദാവിനൊരു ദൃഢനിശ്ചയം എടുക്കണമെന്നുണ്ടെങ്കിൽ 2 മാസമോ 3 മാസമോ 4 മാസമോ 8 മാസമോ ആയുള്ളൊരു പൈതങ്ങളെ കൊന്നാൽ അതിനകത്ത് യേശു ഉൾപ്പെടുമോ എന്നുള്ളത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം ആ 2 വർഷം എന്ന് വെച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ഊഹങ്ങളാണ്, ഇതൊന്നും ബൈബിളുള്ളതല്ല. ചില വാക്കുകളെ ബൈബിളുണ്ട്. വേറൊരു കാര്യം കൂടെ പറയാം. ബിൻസി മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യവും 16-ാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രം വായിച്ചാട്ടെ. ഇനി 16 ഫസ്റ്റേ. 16. അതെ. വിദ്വാൻമാർ തന്നെ കളിയാക്കി ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുള്ള ആൺകുട്ടികളൊക്കെയും ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. മതി. അപ്പോഴേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ സമയപ്രകാരമാണ് ഹേരോദാവ് 2 വർഷമെന്ന് കണക്ക് കൂട്ടിയാണ് പിള്ളേരെ നശിപ്പിച്ചാൽ ആ 2 വർഷത്തിനുള്ളിൽ യേശു അതിലുണ്ടായിരിക്കും എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പോൾ ഇവിടെ ആ 11-ാം വാക്യത്തിലെ മലയാളത്തിൽ വായിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഭാഗം കിട്ടിയില്ല. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. അതിനകത്ത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ആൻഡ് വെൻ ദേ ഹാഡ് കം ഇൻ ടു ദ ഹൗസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഈ വിദ്വാൻമാർ വന്നത് ബേത്ലഹേമിലെ മേഞ്ചറിലല്ല. അവിടെ ആണെങ്കിൽ വീടെന്ന് പറയത്തില്ല, അവിടെ മേഞ്ചർ എന്നല്ല പറഞ്ഞേക്കുന്നത്, ഹൗസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഊഹിക്കാൻ സാധിക്കും ഈ വിദ്വാൻമാരെ വന്ന സമയത്തേക്ക് ആ യേശുവിനെയും കൊണ്ട് ആ മേഞ്ചറിൽ നിന്ന് ബേത്ലഹേമിൽ പോയി വീട്ടിൽ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്ന്. രണ്ടാമത്, they saw the young child with Mary his mother and fell down and worshipped him. യങ് ചൈൽഡ് എന്ന് പറയുന്നത് ഇൻഫൻ്റ് അല്ല. ഇൻഫൻ്റ് ആയിരുന്നെങ്കിൽ അതിന് വേറൊരു പദം ഉപയോഗിച്ചേനെ, കുഞ്ഞു പൈതലെന്നോ എന്തെങ്കിലും ഒരു പദം ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, വിദ്വാൻമാർ വന്ന സമയത്തേക്ക് അവിടെ യേശു പൈതലായിരിക്കുന്ന യേശുവിനെയും കൊണ്ട് ഒരു വീട്ടിൽ പോയി താമസിച്ച് ചില കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിദ്വാൻമാർ വരുന്നത്. നമ്മൾ ബൈബിൾ ആദ്യമേ വായിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നത്തില്ല.
അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം ഒന്നുകൂടെ പറയട്ടെ. ഈ പറഞ്ഞതെല്ലാം വെച്ച് പറഞ്ഞാൽ 2 വയസ്സിനുള്ളിൽ താഴെയുള്ളവരെ ഉള്ള പിള്ളേരെ കൊല്ലാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം ആ വിദ്വാൻമാരോട് ചോദിച്ച് സമയം മനസ്സിലാക്കിയപ്പോൾ യേശു ജനിച്ചിട്ടിപ്പോൾ കുറച്ച് നാളുകളായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത്, അപ്പോൾ ഈ പിള്ളേരെ എല്ലാം കൊലപ്പെടുത്തിയതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് ഈ ഹേരോദാവ് മരിച്ചത്? വീണ്ടും ചരിത്രം പറയുന്നത് ചില മാസങ്ങൾക്കുള്ളിൽ ആ മനുഷ്യൻ രാജാവ് മരിച്ചതായിട്ടാണ് ചരിത്രകാരന്മാർ പലരും അഭിപ്രായപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഹേരോദാവ് BC 4 മരിച്ചു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു BC 4 അല്പം പിറകിലോ ആയിട്ട് ജനിച്ചു എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് ഒന്നുകൂടി ഒന്ന് ചോദിക്കുകയാണ്. മനസ്സിലായവരൊക്കെ ഒന്ന് കൈ ഒന്ന് ഉയർത്തിക്കാട്ടെ. മനസ്സിലായി മാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രൈസ് ഗാഡ്. നമ്മൾ പഠിച്ചു വന്ന വിഷയങ്ങൾ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്, അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് 70-ാം വീക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആ പഠിച്ച കൂട്ടത്തിൽ 70 ആഴ്ചവട്ടക്കാലം അത് ആഴ്ചകളല്ല, അത് വർഷങ്ങളാണ്. വർഷങ്ങളിലുള്ള ദിവസങ്ങൾ വെച്ചാണ് നമ്മളത് കണക്ക് കൂടി അത് വർഷങ്ങളായിട്ട് മാറിയെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ 69 ആഴ്ചകളെ നമ്മൾ 7 കൊണ്ട്, ഒരാഴ്ചയിലുള്ള 7 ദിവസങ്ങളെ കൊണ്ട് ഗുണിച്ചപ്പോൾ അത് ഇത്ര ദിവസം 483 ദിവസം കിട്ടി. അത് 483 വർഷമാണ്. അത് കഴിഞ്ഞ് പിന്നെ അത് എന്നാൽ 445 BCയും AD 30 കൂടെ നോക്കുമ്പോൾ 475 വർഷമേ ഉള്ളൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അത് പിന്നെ ലൂണാർ ഇയറും പിന്നെ ബൈബിളിലെ കലണ്ടർ ഇയറും വെച്ചുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി. ചുരുക്കം പറഞ്ഞാൽ 60-ാം ആഴ്ചയിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വരെ നമ്മൾ വായിച്ചു. അതാണ് ദാനിയേൽ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് 29-ാം അധ്യായം വരെ ഉള്ള 69-ാം ആഴ്ചകൾ വരെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് നമ്മൾ വായിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഏകദേശം AD, ഞാൻ ആ വാക്ക് പറഞ്ഞു ഓർക്കണം, ഏകദേശം AD 30 കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷം 483 വർഷത്തിന് ശേഷം, അതായത് 69-ാം ആഴ്ചകളിൽ നടക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ 69 ആഴ്ചകളിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ 25-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. 26-ാം വാക്യം ഇതാണ്. നമുക്കത് ഒന്നുകൂടെ വായിക്കാൻ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി. പിന്നെ എലിസബത്ത് ഉണ്ടെങ്കിൽ ദാനിയേൽ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വായിച്ചാൽ 25, 26, 27. ഇല്ലെങ്കിൽ അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവന് പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോലെയായി. മതി, നിർത്തിക്കാട്ടെ. അപ്പോഴേ 69 ആഴ്ചകൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മളിപ്പോൾ ഈ 2 വാക്യം കൂടെ വായിച്ചു. അതിലൊന്ന്, യെരൂശലേം പുനർനിർമ്മിക്കപ്പെടും. അത് നമ്മൾ വായിച്ചാണ്. ക്രിസ്തു രക്ഷകനായി വന്നു, അവൻ മരിക്കും എന്ന് നമ്മൾ വായിച്ചു. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് 26-ാം വാക്യം വായിക്കുമ്പോൾ, ആൻഡ് ആഫ്റ്റർ ദ 62 weeks പ്ലസ് ദ 7 week, ആദ്യത്തെ 7 വീക്കും അത് കഴിഞ്ഞുള്ള 62 വീക്കും കഴിയുമ്പോൾ, ആഫ്റ്റർ ദ 62 weeks എന്ന് പറഞ്ഞാൽ ഇവിടെ 69, ആദ്യത്തെ 7ഉം 62 കൂടെ കൂട്ടി 69 ആയി നമ്മൾ വായിക്കുമ്പോൾ, ആഫ്റ്റർ ദ 69 weeks
മസായ വിൽ ബി കട്ട് ഓഫ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടും. അത് കഴിഞ്ഞ് അപ്പം അത് സംഭവിച്ചു. അപ്പം പട്ടണം പണിതു, യേശു ക്രിസ്തു ക്രൂശിച്ചു. AD 30 യേശു മരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം എഴുതിയിരിക്കുന്നത് എന്താണ്? ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ പ്രിൻസ് ഹൂ ഈസ് ടു കം ഷാൽ ഡിസ്ട്രോയ് ദ സിറ്റി ആൻഡ് ദ സാങ്ച്വറി. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ഞനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ആ വരാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അന്തിക്രിസ്തു. അപ്പോൾ നമ്മൾ വായിക്കേണ്ടത് പിന്നെ വരാനിരിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ ജനം, ഓക്കെ, വിശുദ്ധ മന്ദിരത്തെയും നഗരത്തെയും നശിപ്പിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. അതുപോലെ യുദ്ധങ്ങളുണ്ടാകും. യുദ്ധങ്ങളും അതുപോലെ ശൂന്യതകളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇവിടെ എന്തുകൊണ്ടാണ് അന്തിക്രിസ്തു എന്ന് പറയാത്തതിന് കാര്യം? അന്തിക്രിസ്തു അന്ന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അന്തിക്രിസ്തുവിൻ്റെ ജനം. അന്തിക്രിസ്തുവിൻ്റെ ജനം എന്ന് പറഞ്ഞാൽ ഈ സെക്യുലർ വേൾഡ്, അത് നമ്മൾ പഠിച്ചല്ലോ, 4ാമത്തെ സാമ്രാജ്യമായ റോമ സാമ്രാജ്യമാണ് അവസാനത്തെ സാമ്രാജ്യം. അപ്പോൾ ഈ കാലയളവിൽ നമ്മൾ ജീവിക്കുന്ന കാലയളവ് ആ റോമ സാമ്രാജ്യത്തിൻ്റെ കാലയളവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി AD 70 റോമൻ ജനറൽ ടൈറ്റസ് യെരുശലേമിൽ വന്ന് ആ യെരുശലേം പട്ടണം നശിപ്പിക്കുകയും ദേവാലയം ചുട്ടുകരിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വായിച്ചു. അപ്പോൾ 69ാമത്തെ വീക്കിൽ നടക്കണമെന്ന് പറഞ്ഞ മിക്കവാറും കാര്യങ്ങൾ നടന്നു. അതായത് പട്ടണം പണിതു, യേശു ക്രിസ്തു വന്ന് ഛേദിക്കപ്പെട്ടു, പ്രഭുവിൻ്റെ വരാനിരിക്കുന്ന ജനത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ ജനം, അതായത് ദ റോമൻ ജനറൽ, അത് വന്ന് നഗരം അത് നശിപ്പിച്ചു. ആൻഡ് ഷാൽ ഡിസ്ട്രോയ് ദ സിറ്റി ആൻഡ് ദ സാങ്ച്വറി. അത് ആ സിറ്റിയും ദേവാലയവും നശിപ്പിച്ചു. എന്നാൽ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. എന്താണ്? ദ എൻഡ് ഓഫ് ഇറ്റ് ഷാൽ ബി വിത്ത് ഫ്ലഡ് ആൻഡ് ടിൽ ദ എൻഡ് ഓഫ് ദ വാർ ഡെസലേഷൻസ് ആർ ഡിറ്റർമിൻഡ്. ആ ഭാഗം സംഭവിച്ചിട്ടില്ല. അതിലൊരു ഭാഗം സംഭവിച്ചു. അതിൽ മലയാളത്തിൽ വായിക്കുമ്പോൾ അവസാനത്തോളം യുദ്ധങ്ങളും ഉണ്ടാകും. ആ 69ാം ആഴ്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ യെരുശലേം പട്ടണം പണിതു, അത് കഴിഞ്ഞ് കർത്താവ് വന്ന് ഛേദിക്കപ്പെട്ടു. പ്രഭുവിൻ്റെ ജനം വന്ന് യെരുശലേം നശിപ്പിച്ച് പട്ടണം നശിപ്പിച്ച് ദേവാലയം കത്തിച്ചു. യുദ്ധങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ഇസ്രായേലിൽ യുദ്ധം തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ നമുക്കറിയാം 69ാം ആഴ്ചകളിലെ പല കാര്യങ്ങൾ സംഭവിച്ചെങ്കിലും ഇനിയും ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. അത്രയും കൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ 69ാം ആഴ്ച എന്ന് പറയുന്നത് AD 30 എന്ന് നമുക്ക് വിചാരിക്കാം. എങ്കിൽ 70ാമത്തെ ആഴ്ച AD 37 കൊണ്ട് തീരണം. ആ AD 30 കഴിഞ്ഞ് അടുത്ത 7 വർഷമാണ് 70ാം വാക്ക്. 69 എന്ന് പറയുമ്പോൾ 69 ആഴ്ചകളുടെ അവസാനം എന്ന് പറയുമ്പോൾ അത് AD 30 തുടങ്ങിയുള്ള സമയങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരാഴ്ച 7 വർഷം കൊണ്ട് തീർന്നിട്ട് 70ാമത്തെ വീക്ക് AD 37 കൊണ്ട് 30 മുതൽ 37 വരെ. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ AD 37 ഇതേവരെ ഇതിൻ്റെ പ്രകാരമുള്ള കാര്യങ്ങൾ AD 37 നടന്നിട്ടില്ല. അപ്പം എന്താണ് ഈ അവസാനത്തെ ആഴ്ചവട്ടക്കാലം, 70ാമത്തെ ആഴ്ചവട്ടക്കാലം നടക്കേണ്ടതെന്ന് നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇതേവരെ സംഭവിച്ചിട്ടില്ല. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. എന്താണ് ഈ അവസാനത്തെ 70ാമത്തെ വീക്കിൽ നടക്കേണ്ടത്? ദാനിയേൽ പ്രവചനം 9ാം അധ്യായത്തിൻ്റെ 27ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അത് അമിത വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 9:27. ഓക്കെ, അമിത ഇല്ലെങ്കിൽ 5 സിസ്റ്റർ വായിച്ചാട്ടെ. അവൻ ഒരു
ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആ ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. ആ മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവനും വരും. ആ നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ആ മതി. അപ്പം ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു സമ്മറി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് നിന്റെ ജനത്തിന് ഈ കാര്യങ്ങളെല്ലാം നടത്തി ആ ദേവാലയം വീണ്ടും പണിത് ശുദ്ധീകരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതിന് 70 ആഴ്ചവട്ടക്കാലം നിയമിച്ചിരിക്കുന്നു എന്ന് ആണ് പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ അതിനെ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണ്. അത് പറയുമ്പോൾ അവിടെ പറയുന്നു, ആദ്യത്തെ 7 ആദ്യത്തെ ഒരു ആഴ്ചവട്ടക്കാലം, ഐ മീൻ 69 ആഴ്ചവട്ടക്കാലം കൊണ്ട് നഗരം പണിയും, യേശു വരും, യേശു ഛേദിക്കപ്പെടും. അതിനുശേഷമായിട്ട് വരാനിരിക്കുന്ന പ്രഭുവിൻ്റെ ജനം വന്ന് യെരുശലേമിനെ നശിപ്പിക്കും, ദേവാലയം അത് ചുട്ടുകളയും, അതിന് ശേഷം യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ 69 ആഴ്ചവട്ടം കൊണ്ട് നടന്നു എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആ 69 ആഴ്ചവട്ടം AD 30 ആണ് സംഭവിച്ചതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. AD 30 കർത്താവായ യേശു ക്രിസ്തു ദ മസായ വിൽ ബി കട്ട് ഓഫ് എന്നുള്ളത് AD 30. അപ്പോൾ നമ്മുടെ ആർഗ്യുമെൻ്റ് അങ്ങനെ AD 30 69-ാമത്തെ ആഴ്ചവട്ടം ആയെങ്കിൽ AD 37 ആകുമ്പോഴത്തേക്ക് 70-ാമത്തെ ആഴ്ചവട്ടം വരണം. അത് 70-ാമത്തെ ആഴ്ചവട്ടക്കാലം വന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 27-ാം വാക്യം വായിക്കുമ്പോഴാണ്. 70-ാമത്തെ ആഴ്ചവട്ടക്കാലത്ത് നടക്കേണ്ട കാര്യങ്ങൾ അതെന്താണ് നമ്മളിപ്പോൾ വായിച്ചു. അത് ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. അത് എന്താണ്? യേശു അവൻ എതിർ ക്രിസ്തുവിൻ്റെ ആഴ്ചയ്ക്ക് 70 ആഴ്ചയ്ക്ക് പലരും അതിൻ്റെ ബിഗിനില്ല, അതിൻ്റെ തുടക്കത്തിൽ പലരുമായിട്ട് ഒരു ഉറച്ച ഉടമ്പടി ചെയ്യും. അതാണ് വേദിക്കുന്നത്. ദെൻ ഹീ ഷാൽ കൺഫേം എ കവനന്റ് വിത്ത് മെനി ഫോർ 1 വീക്ക്. 70-ാം ആഴ്ചവട്ടക്കാലത്തിൻ്റെ ആരംഭത്തിൽ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടും. അവനെ അന്നുള്ള ആ ഇസ്രായേലുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും ഒരു ഉടമ്പടി ചെയ്യും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ അവൻ ഉടമ്പടി ലംഘിക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തിക്കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അതിൻ്റെ അവസാനമായിട്ട് ശൂന്യമാക്കുന്നവൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തുവിൻ്റെ മേൽ കോപം ചൊരിയും. ഇത്രയും കാര്യങ്ങളാണ് 70-ാമത്തെ ആഴ്ചവട്ടക്കാലത്ത് നടക്കുമെന്ന് ദാനിയേൽ പ്രവചനം പറഞ്ഞത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഇതേവരെ നടന്നിട്ടില്ല. അതായത് ഇതേവരെ അന്തിക്രിസ്തു വന്നിട്ടില്ല. ആ ആഴ്ചയിലേക്ക് പറഞ്ഞിരിക്കുന്ന ആ കവനൻ്റെ അവൻ ഇതേവരെ ഉടമ്പടി ആരുമായിട്ടും ചെയ്തിട്ടില്ല. ആഴ്ചയുടെ മധ്യം ഇതേവരെ വന്നിട്ടില്ല, ഉടമ്പടി ലംഘിച്ചിട്ടില്ല. ആ മധ്യേ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തിക്കളയും. യെരുശലേമിൽ ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ദേവാലയമില്ല. അതുകൊണ്ട് ഹനനയാകവും ഭോജനയാകവും നിർത്തിക്കളയുമെന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം അവസാനം യെരുശലേമിൽ യഹൂദന്മാർ വീണ്ടും ഒരു ദേവാലയം പണിയണം. അതിൽ അവർ പഴയ നിയമകാലത്തെ ആചാരങ്ങൾ ചെയ്യും. അതാണ് ഹനനയാകവും ഭോജനയാഗത്തെക്കുറിച്ച് പറയുന്നത്. ഇതൊന്നും ഇതേവരെ സംഭവിച്ചിട്ടില്ല. അതുപോലെ മ്ലേച്ഛതയുള്ള ചിറകിന്മേൽ ശൂന്യമാക്കുന്നവന് വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സമയത്ത് യെരുശലേം ദേവാലയത്തിൽ ഈ അന്ത്യക്രിസ്തു താൻ തന്നെ ദൈവമാണെന്ന് പറഞ്ഞ് തന്നെ അവിടെ ദൈവമാക്കും. അതാണ് മ്ലേച്ഛതകളുടെ ശൂന്യമാക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ അവസാനമായിട്ട് ഇതെല്ലാം നടന്നു കഴിയുമ്പോൾ ഇത് ഈ 70-ാം ആഴ്ചയുടെ അവസാനം യേശു ക്രിസ്തു വരികയും ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തുവിനെ നശിപ്പിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് 70-ാമത്തെ ആഴ്ചവട്ടക്കാലം നടക്കേണ്ടത്. അത് ഇതേവരെ നടന്നിട്ടില്ല.
ഇപ്പോൾ 2026 ഏകദേശം 2000 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും 70ാമത്തെ ആഴ്ചവട്ടക്കാലം നടക്കേണ്ട കാര്യങ്ങൾ നടന്നിട്ടില്ല. 69 വരെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. അതെന്താണെന്നാണ് ഇന്ന് നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് വരാനുള്ള ഒരു വിഷയം. എന്തുകൊണ്ടാണ് അതെങ്ങനെയാണ് നമുക്കത് വിവരിക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഒരു കാര്യം ഇവിടെ ഓർക്കണം. ഇവിടെ 9ാം അധ്യായത്തിൽ ദൂതൻ വെളിപ്പെട്ട് ദാനിയേലിനോട് സംസാരിക്കുമ്പോൾ 24ാം വാക്യത്തിൽ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കീ. അവിടെ എന്താണ് പറയുന്നത്? 70 വീക്സ് ആർ ഡിറ്റർമിൻഡ് ഫോർ യുവർ പീപ്പിൾ ആൻഡ് ഫോർ യുവർ ഹോളി സിറ്റി. ഈ 70 ആഴ്ചവട്ടക്കാലത്തെക്കുറിച്ചുള്ള പ്രവചനം ദൈവം ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ യുവർ പീപ്പിൾ 70 വീക്സ് ആർ ഡിറ്റർമിൻഡ് ഫോർ യുവർ പീപ്പിൾ. ദാനിയേലിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ. അപ്പോൾ ഈ പ്രവചനം ഇസ്രായേലിനെ കുറിച്ചായിരുന്നു. അത് ഈ 70ാം വാക്യം അത് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ 70 ആഴ്ചവട്ടക്കാലം നമ്മൾ വിചാരിച്ചു അത് തുടർച്ചയായിട്ട് നടക്കുമെന്ന്. എന്നാൽ നടന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വിവരിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ദാനിയേലിൻ്റെ ജനത്തിന് 69 ആഴ്ചയായി ചില കാര്യങ്ങൾ സംഭവിച്ചുവെങ്കിലും 69ാം ആഴ്ച ഇപ്പോഴും തുടരുകയാണ്. ദാനിയേലിൻ്റെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെ സംബന്ധിച്ചോളം, ഇസ്രായേലിനെ സംബന്ധിച്ചോളം അന്ത്യക്രിസ്തു വന്നിട്ടില്ല, ദേവാലയം പണിതിട്ടില്ല, ഹനനയാഗവും ഭോജനയാഗവും നടത്തിയിട്ടില്ല, യേശുക്രിസ്തു വന്ന് അവനെ നശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ 69ാം ആഴ്ചഘട്ടക്കാലം തുടരുകയാണ്. അപ്പം അതാണ് ഇവിടെ ഈ വിടവ് എങ്ങനെ പരിഹരിക്കാം. അപ്പം 69 ആഴ്ച ആരംഭിച്ചിട്ട് ഏകദേശം 2000 വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് 70ാം ആഴ്ച ഇതുവരെ ആരംഭിക്കാത്തത്? 70ാം ആഴ്ച എപ്പോൾ തുടങ്ങും? എന്തുകൊണ്ടാണ് ഈ വിടവ്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുകൊണ്ട് 2 വാക്യങ്ങൾ വായിച്ച് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് യെശയ്യാ പ്രവചനം 61ാം അധ്യായ ആദ്യമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 4ാം അധ്യായത്തിലെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ബിൻസിസ്റ്റേഴ്സ് വായിച്ചിട്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിലേ ഈ ഭാഗം മനസ്സിലാകത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 4ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം ഇടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. മതി സിസ്റ്റർ, താങ്ക് യു. അപ്പോൾ ഇത് യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ താൻ സിനഗോഗിൽ വന്ന് അവിടെ ഇരുന്ന ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് സുവിശേഷകനായ ലൂക്കോസ് 4ാം അധ്യായത്തിൽ പറയുകയാണ്. അവൻ വന്ന് ദേവാലയത്തിൽ അവിടെ സിനഗോഗിൽ വന്ന് ഇരുന്നപ്പോൾ യെശയ്യാ പ്രവചനം വായിക്കുവാൻ വേണ്ടി അവനെ അത് കൊടുത്തു. പ്രൈസ് ലോർഡ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച് അല്പം കൂടെ ഒന്ന് പറയട്ടെ. 4ാം അധ്യായത്തിൻ്റെ പ്രൈസ് ലോർഡ് 4ാം അധ്യായത്തിൻ്റെ 16ാം വാക്യം വായിക്കുമ്പോൾ, സോ ഹീ കെയിം ടു നാസറത്ത്, അവൻ നസ്രത്തിലേക്ക് വന്നു, വേർ ഹി ഹാഡ് ബീൻ ബ്രോട്ട് അപ്പ്. 17ാം വാക്യത്തിൽ, ആൻഡ് ഹി വാസ് ഹാൻഡഡ് ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് യെശയ്യാ പ്രവചനം അവന് കൊടുത്തു. ആൻഡ് വെൻ ഹി ഹാഡ് ഓപ്പൺ ദ ബുക്ക് ഹി ഫൗണ്ട് ദ പ്ലേസ് വെയർ ഇറ്റ് ഈസ് റിട്ടൺ. അപ്പോൾ യേശു ഇവിടെ നസ്രത്തിൽ വന്ന് അവൻ സിനഗോഗിൽ ചെന്നപ്പോൾ അവിടെ വായിക്കാൻ കൊടുത്തത് യെശയ്യാ പ്രവചനമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് 17ാം വാക്യം, ഹി വാസ് ഹാൻഡഡ് ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് ഓഫ് ഐസയ. യെശയ്യാ പ്രവചനമാണ് കൊടുത്തത്. ആൻഡ് വെൻ ഹി ഹാഡ് ഓപ്പൺ ദ ബുക്ക് ഹി ഫൗണ്ട് ദ പ്ലേസ് വെയർ ഇറ്റ് വാസ് റിട്ടൺ.
ആ പുസ്തകം തുറന്നപ്പോൾ കിട്ടിയ ഭാഗമാണ് ഈ 18-ാം വാക്യത്തിൽ ഉള്ള ഭാഗം. യെശയ്യാവ് പ്രവചിച്ച ആ ഭാഗമാണ് യേശു വായിച്ചത്. അതിൻ്റെ അവിടെ ഒരു ബുക്ക് മാർക്ക് വെച്ചിട്ട് ഇനി നിങ്ങൾ യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ പ്രവചനമാണ് ഇവിടെ യേശു വായിച്ചത്. 61-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ആരാ വായിക്കുന്നത്? എലിസബത്ത് സിസ്റ്റർ വായിച്ച യെശയ്യാ പ്രവചനം 61-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. മതി. പ്രൈസ് ഗോഡ്. പ്രൈസ്. ഓക്കെ. 61-ന്റെ 1 മുതൽ ഉള്ള വാക്യം നമ്മൾ വായിച്ചപ്പോൾ അവിടെ നിങ്ങൾ ഈ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആ വാക്യങ്ങൾ നമ്മൾ വായിച്ചത്, 4-ാം അധ്യായത്തിൻ്റെ 17-20 വാക്യങ്ങൾ നമ്മൾ വായിച്ചതും ഇതിലും തമ്മിൽ യെശയ്യാ പ്രവചനം ഇപ്പോൾ നമ്മൾ വായിച്ച 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? വ്യത്യാസം കണ്ടവരുണ്ടെങ്കിൽ ഒന്നും അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞാട്ടെ. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ 2 ഭാഗവും അവിടെ കൈവച്ച് നോക്കിക്കോണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു യെശയ്യാ പ്രവചനം കോട്ട് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ട് നിർത്തി പുസ്തകം മടക്കി അവിടെ തിരിച്ചു കൊടുത്തു. എന്നാൽ താൻ വായിക്കാൻ ഭാഗം എന്താണെന്നറിയാമോ? ഇവിടെയാണത് ആ 2-ാം വാക്യത്തിൻ്റെ 61-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ മധുഭാഗം അതിൻ്റെ മധ്യത്തിൽ നോക്കുമ്പോൾ ആൻഡ് ദ ഡേ ഓഫ് വെഞ്ചൻസ് ഓഫ് അവർ ഗാഡ് ആൻഡ് കംഫർട്ട് ഓൾ ഹു മോൺ ഇൻ സയൻ. അത് താൻ വായിച്ചില്ല. 61-ന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളുടെ പകുതി വരെ താൻ വായിച്ചുള്ളൂ. 2-ാമത്തെ വാക്യത്തിൻ്റെ പകുതി. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് ചിന്തിക്കണം. എന്തുകൊണ്ടാണ്? അത് വെറും യാദൃച്ഛികമായൊരു വിഷയമല്ല. അതിൻ്റെ പിമ്പിൽ ഒരു ആത്മീയ വിഷയമുണ്ട്, ഒരു പ്രാവചനീയ വിഷയമുണ്ടായി. കാരണം കർത്താവ് അവിടെ നിർത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, തൻ്റെ ആദ്യത്തെ വരവിൽ താൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തൻ്റെ ആദ്യത്തെ വരവിൽ താൻ വന്നതിൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ to proclaim the acceptable year of the Lord. കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസിദ്ധീകരിക്കാനാണ് താൻ വന്നതെന്ന് പറഞ്ഞാൽ തൻ്റെ ആദ്യത്തെ വരവിൻ്റെ ഉദ്ദേശം പാപികൾക്ക് മാനസാന്തരവും തടവിലിരിക്കുന്നവർക്ക് മോചനം കൊടുക്കാൻ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ഞാൻ വന്നു. പ്രസാദ വർഷം, അത് ജൂബിലി എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ വേറൊരു നിയമമാണ്. 49 വർഷം കഴിഞ്ഞ് 50-ാം വർഷത്തെ അത് പ്രസാദ വർഷമായിട്ട് പ്രസിദ്ധീകരിച്ച് ആ വർഷം എല്ലാവിധമായ കടങ്ങളും മാറ്റുവാനും ഏതെങ്കിലും ഒരു സഹോദരനോട് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കടം ഇല്ലാന്ന് ഉള്ളത് രീതിയിൽ കൊടുത്ത് അവരെ സ്വാതന്ത്ര്യമാക്കുന്ന ജൂബിലിയാണ് പ്രസാദ വർഷം. ആ പ്രസാദ വർഷം പ്രസിദ്ധീകരിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബന്ധനത്തിലിരിക്കുന്നവർക്ക്, പാപത്തിൻ്റെ ബന്ധനത്തിലിരിക്കുന്നവർക്ക് മോചനം കൊടുക്കാനാണ് തൻ്റെ ആദ്യത്തെ വരവ് എന്ന് താൻ അവിടെ കാണിക്കുകയാണ്. ഈ 2 ഭാഗങ്ങൾ താൻ സംസാരിക്കാൻ വിഷയം ദ വെഞ്ചൻസ് ഓഫ് ദ ലോർഡ്.
അവൻ്റെ പ്രതികാര വർഷം. അതാണ് 70-ാം ആഴ്ചവട്ടക്കാലത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ്റെ പ്രതികാര ദിവസമാണ് വരാൻ പോകുന്നത്. അന്നാണ് അന്തിക്രിസ്തുവിനെ നശിപ്പിക്കുകയും യഹൂദന്മാരെ വിടുവിക്കുകയും അതുവരെ ദൈവത്തിൻ്റെ ശത്രുക്കളായവരെ നശിപ്പിക്കുന്ന യഹോവയുടെ വെഞ്ചൻസ്, ഡേ ഓഫ് വെഞ്ചൻസ്, അവൻ്റെ ആ കാലത്തെക്കുറിച്ച് സംസാരിക്കാഞ്ഞൊരു വിഷയം അത് പിന്നീട് താൻ വരുന്ന രണ്ടാമത്തെ വരവിൽ വരുന്ന കാര്യമായതുകൊണ്ടാണ് സംസാരിക്കാഞ്ഞെന്ന് ഞാൻ അത് എൻ്റെ പഠിച്ചിരുന്ന് ഞാനത് മനസ്സിലാക്കുന്നു. അതെൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇനി ഞാൻ പറയുന്ന ആ അഭിപ്രായത്തിന് വേറെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. നമുക്ക് വേറൊരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം, പ്രൈസ് ദി ലോർഡ്, 11-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ അമിത സിസ്റ്റർ വായിച്ചിട്ട്. റോമാലേഖനം 11-ന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യം. എന്തോ ആരെങ്കിലും വായിക്കേ? ആരെങ്കിലും വായിച്ചു? സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കപ്പെടുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുവാൻ ഇതു ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷം സംബന്ധിച്ച് അപ്പോൾ റോമാലേഖനം 11-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം 25-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക കാര്യം 25-26 ചൂണ്ടിക്കാണിക്കുക. സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ റോമിലുള്ള സഹോദരന്മാർക്ക് എഴുതുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം, ദിസ് മിസ്റ്ററി, അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ മിസ്റ്ററി? എന്താണ് ഈ രഹസ്യം? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികളുടെ സംഖ്യ ദൈവ രാജ്യത്തിന് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത്. ജാതികളുടെ പൂർണ്ണസംഖ്യ. എവിടാണ് ജാതികൾ കർത്താവിലേക്ക് വരാൻ തുടങ്ങിയത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം. അവിടാണ് പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തു മരിച്ച് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും മാനസാന്തരപ്പെട്ടാൽ, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ നിങ്ങൾ ദൈവഭാഗത്ത് വരുമെന്ന് അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചു. അതാണ് സഭയുടെ ആരംഭം. അവിടാണ് ജാതികൾ സഭയിലേക്ക് വരുന്നതും യഹൂദന്മാർ സഭയിലേക്ക് വരുന്ന ജാതികൾക്കുണ്ടായ ഒരു സമയമാണ്. ആ സമയമാണ് താൻ പ്രഖ്യാപിച്ചത്. അത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ ആ ഭവനമാണ് ആദ്യമായിട്ട് ജാതിയായിട്ട് ദൈവരാജ്യത്തേക്ക് വരുന്നത്. ദൈവത്തിന് പൈതലേ, അപ്പോൾ ഈ കാലയളവ് 69-ാം ആഴ്ചവട്ടക്കാലം തീർന്നിട്ട് 70-ാം ആഴ്ചവട്ടക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ദൈവസഭയ്ക്ക് ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കാര്യം ദാനിയേലിന് കൊടുത്ത 70 ആഴ്ചവട്ടത്തെക്കാല പ്രവചനത്തിലില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദാനിയേലിന് കൊടുത്ത പ്രവചനം ദാനിയേലിൻ്റെ ആൾക്കാരെ കുറിച്ചുള്ളതാണ്, യഹൂദന്മാരെ കുറിച്ചുള്ള പ്രവചനമാണ്. അതുകൊണ്ടാണ് ഈ ജാതികളുടെ മാനസാന്തരവും ജാതികൾ സഭയിലേക്ക് വരുന്ന കാര്യവും ആ പ്രവചനത്തിൽ ഇല്ലാത്തതിന് കാരണം അതാണ്. ബിക്കോസ് 70 weeks ആർ ഡിറ്റർമിൻഡ് ഫോർ യുവർ പീപ്പിൾ ഇസ്രായേൽ. ഈ ജാതികളുടെ മാനസാന്തരവും സഭയുടെ തുടക്കവും സഭയുടെ വളർച്ചയും സഭയുടെ അവസാനവും ഈ കാര്യത്തിൽ ഈ 70-ാമത്തെ വീക്കിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ്. ഈ സമയം എന്തിൻ്റെ സമയമാണ്? ദിസ് ഈസ് ദ ഏജ് ഓഫ് ദ ചർച്ച് ഏജ്. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി
കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന് കാഠിന്യം സംഭവിച്ചിരിക്കുന്നു, ഇസ്രായേലിന് ഒരു പ്രയാസം വന്നിരിക്കുന്നു. ഈ കാലയളവെന്ന് പറയുന്നത് ദൈവം ജാതികൾക്ക് മാനസാന്തരപ്പെട്ട് സുവിശേഷം അംഗീകരിച്ച് ദൈവരാജ്യത്തിന് പങ്കാളികളാകാൻ കൊടുത്തിരിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവിശ്വാസത്താൽ അവർ ഛേദിക്കപ്പെട്ടിട്ട് കാട്ടൊലിവായ എന്നെയും നിന്നെയും യഥാർത്ഥമായ ഒലിവ് വൃക്ഷത്തിൽ അത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചെങ്കിൽ നാം നല്ല ഒലിവിൻ്റെ ഫലം കായ്ക്കണം. ഇല്ലെങ്കിൽ നമ്മളെ വീണ്ടും വെട്ടിക്കളഞ്ഞിട്ട് യഥാർത്ഥ ഒലിവിനെ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനല്ലേ എന്ന് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാണ് ഈ 69-ാം വീക്ക് തീരുന്നത്? ഇതിൽ നിന്ന് മനസ്സിലായി, ഇപ്പം വായിച്ചതിൽ നിന്ന് മനസ്സിലായോ എന്നാ തീരുന്നെന്ന്? ജാതികളുടെ പൂർണ്ണ വരുവോളം, ശരിയോളം, അന്നാണ് ഈ 69-ാം വീക്ക് തീരാൻ പോകുന്നത്. ജാതികളുടെ പൂർണ്ണ സംഖ്യ അതെന്നാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ, എന്നാണ് ആ സംഖ്യ തീർന്നെന്ന്? സഭ എടുക്കപ്പെടുന്നു. സഭ എടുക്കപ്പെടുന്നു. അപ്പം നമുക്കറിയാൻ പറ്റുന്നതാണ് എന്നാണ് ജാതികളുടെ പൂർണ്ണ സംഖ്യ വരുന്നെന്ന് ആർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇനിയും ഈ ദാനിയേൽ പ്രവചനം കഴിഞ്ഞ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് കർത്താവിൻ്റെ പ്രവചനം ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ചും ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചുമുള്ള പഠിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഞാൻ വിവരിച്ച് പറയാം. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം ഓർക്കണം, ജാതികളുടെ പൂർണ്ണസംഖ്യ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് എപ്പോഴെന്ന് നമുക്കറിയാൻ വയ്യാത്തതിൻ്റെ ഒരു പ്രധാന വിഷയം അതാണ്. ജാതികളുടെ പൂർണ്ണസംഖ്യ ആകുമ്പോൾ കർത്താവ് വരും. അതെന്നാണ് നമുക്ക് ആർക്കും അറിയത്തില്ല. നമുക്ക് ചില കാര്യങ്ങൾ അറിയാം. സുവിശേഷം ലോകമെങ്കാടും പ്രസംഗിച്ച് കഴിയുമ്പോൾ കർത്താവ് വരുമെന്ന ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലേ, 69-ാം ആഴ്ചവട്ടക്കാലം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ജാതികളുടെ സംഖ്യ എത്രയാണെന്നും ആ സംഖ്യ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അന്തിക്രിസ്തുവിൻ്റെ ആരംഭം തുടങ്ങും. സഭ എടുക്കപ്പെടും. സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അന്തിക്രിസ്തുവിൻ്റെ ആരംഭമായിട്ട് 70-ാം വീക്ക് തുടങ്ങും. ആ 70-ാം വീക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മധ്യഭാഗത്ത് അവനാൽ കവനൻ്റെ പ്രമാണം ഛേദിക്കുകയും ഇസ്രായേൽ മക്കളെ വളരെയധികം പീഡിപ്പിക്കുകയും ആ പീഡനയുടെ സമയത്ത് ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഇസ്രായേലിന് ദൈവം ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. ആ പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ, നീ എൻ്റെ കൽപ്പനയെ വിട്ടുകളഞ്ഞ് അന്യദൈവങ്ങളെ ആരാധിക്കുകയും അന്യവിഗ്രഹങ്ങളെ പോയി ആരാധിക്കുകയും ഞാൻ നിങ്ങളെ ചിതറിക്കളഞ്ഞ് നിങ്ങളെ നശിപ്പിക്കുന്ന പോലെ ആക്കി നിങ്ങളെ പണി ചെയ്യുമ്പോൾ അന്ന് നിങ്ങൾ മനം തിരിഞ്ഞ് എന്നോട് അനുതപിച്ച് എന്നോട് പ്രാർത്ഥിച്ച് കർത്താവേ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് കരഞ്ഞു വിളിക്കുമ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി പ്രകാരം ഞാൻ അന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ആ കാലയളവിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് നമുക്ക് കാണാം, ഇസ്രായേലെ വളരെ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ വീണ്ടും നിൽക്കുകയാണ്. ഇറാൻ വാറ് തുടങ്ങി ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും ഇനിയും ഈ ലാലികപ്പതിന് 9-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നോക്കുകയാണെങ്കിൽ യുദ്ധങ്ങൾ തുടരും. ഹല്ലേലൂയ. ഇന്നും തുടരുന്ന യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങൾ ഇനിയും തുടങ്ങും. അവസാനം വരുമ്പോൾ ഇസ്രായേലിനെ മുഴുവനായിട്ട് ലോകം മുഴുവനുമുള്ള ആർമി വന്ന് ഇസ്രായേലിനെ ചുറ്റും. ഹല്ലേലൂയ. ആ സമയത്ത് രക്ഷിക്കപ്പെടാൻ യാതൊരു മാർഗമില്ലായിരിക്കുമ്പോൾ അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കും. ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്കി അനുതപിച്ച് കർത്താവേ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് ചെയ്ത നിയമപ്രകാരം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ വീണ്ടും അയക്കും. 7-ാമത്തെ വർഷത്തിൻ്റെ അവസാനം 70-ാം ആഴ്ചവട്ടത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഉഗ്രമായ ആ പ്രയാസങ്ങളുടെ മധ്യത്തിൽ യഹൂദാജനം കരഞ്ഞു വിളിക്കുമ്പോൾ തൻ്റെ യേശു ക്രിസ്തു വരും. അതാണ് യേശു ക്രിസ്തുവിൻ്റെ മഹൽ പ്രത്യക്ഷത. ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദ മഹൽ പ്രത്യക്ഷത വന്ന് താൻ ഇറങ്ങി വന്ന് അന്ന് അന്ത്യക്രിസ്തുവിനെ താൻ നശിപ്പിച്ച് അവനെ ആ നിത്യ നരകത്തിലേക്ക് മാറ്റുന്ന അതാണ് ഈ ദാനിയേൽ പ്രവചനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശൂന്യമാക്കുന്നവൻ്റെ മേൽ
കോപം വന്ന് അവനെ നശിപ്പിക്കുന്നത് ഈ യേശു ക്രിസ്തു വെളിപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൻ്റെ 70 ആഴ്ചവട്ടത്തെ കാലത്തേക്ക് പഠിച്ചു. ഇത് ദാനിയേലിൻ്റെ ജനത്തിനുള്ള പ്രവചനമാണ്, സഭയെക്കുറിച്ചുള്ള പ്രവചനമല്ല. സഭയുടെ കാലയളവാണ് ഈ 69-ൻ്റെയും 70-ൻ്റെയും ഇടയ്ക്കുള്ള കാലഘട്ടം. അത് ഗ്യാപ്പ് വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഈ 2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യെശയ്യാ പ്രവചനം 61-1 മുതൽ 3 വരെയും ലൂക്കോസ് സുവിശേഷം 4-16-17 വാക്യങ്ങളും ഈ റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് 69-നും 70-നും ഉള്ള ആഴ്ചവട്ടത്തിനിടയിലുള്ള ഗ്യാപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി നമ്മൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ സാധിച്ചത്. അത് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിൻ്റെ അനുഭവമാണ്. അബ്രഹാമെ 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഇൻ യു ഓൾ ദ നേഷൻസ് ഓഫ് ദ എർത്ത് ഷാൽ ബി ബ്ലസ്ഡ്. നിന്നിൽ കൂടി ലോകത്തിലുള്ള എല്ലാ വിഭാഗങ്ങളും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ രക്ഷയുടെ അനുഭവം യഹൂദൻ അവൻ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ അവനൊരു പാർഷ്യൽ ബ്ലൈൻഡ്നെസ്, അവനൊരു താൽക്കാലികമായ ഒരു കാഴ്ചയില്ലാതെ പോയത്, അതിൻ്റെ ഫലമായിട്ട് അവിശ്വാസികളായിരുന്ന നമുക്ക് വിശ്വാസത്തിലേക്ക് വരുവാനും നമ്മളെയും കൂടെ ആ യഥാർത്ഥ ഒലിവുമരത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടാണ് ഈ 69-ൻ്റെയും 70-ൻ്റെയും ഇടയ്ക്ക് കാലം നമുക്ക് ഒരു സമയം ദൈവം തന്നു. അതുകൊണ്ട് നമ്മൾ സമയം പാഴാക്കി കളയാതെ ഇന്ന് രാത്രി എൻ്റെ വചനം ഈ വാക്കുകൾ കേൾക്കുന്നവർ ആരെങ്കിലും ഇതേവരെയും രക്ഷിക്കപ്പെടാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഇതേവരെയും ദൈവഭാഗത്ത് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളത് അംഗീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അതോടുകൂടെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലെ നിങ്ങളുടെ ബന്ധുമിത്രാദികളെ, നിങ്ങളുടെ കൂട്ടുകാരെ, ചർച്ചക്കാരായിരിക്കുന്നവരെ എത്രയും വേഗം സുവിശേഷം പറഞ്ഞ് അവരെയും ദൈവഭാഗത്ത് കൊണ്ടുവരണം. കാരണം ഈ നമ്പർ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് ചേരുമെന്ന് നമുക്കറിയാൻ വയ്യ. അന്ന് പൂർണ്ണമാകുമ്പോൾ ഈ രക്ഷയുടെ വാതിൽ അടയും. ഹല്ലേലൂയ, ജാതികൾക്കുള്ള രക്ഷയുടെ വാതിൽ. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി ഈ പ്രവചനങ്ങളൊക്കെയും കേൾക്കുമ്പോൾ ഇത് വെറും ഒരു ജ്ഞാനത്തിന് വേണ്ടിയല്ല, പിന്നെയോ നമ്മളെയും ഈ ലോകത്തിലുള്ള മറ്റുള്ളവരെയും കർത്താവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേഗം വരുന്ന കർത്താവിൻ്റെ ഒരു വഴി ഒരുക്കുവാൻ വേണ്ടി ഇന്ന് രാത്രി നിങ്ങളെയും എന്നെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി ഇതിൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ഇന്നും ദൈവം സഹായിച്ചുവല്ലോ. കർത്താവ് തന്നെ ഇത്രത്തോളം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ പ്രിയ സിസ്റ്റർ സുമ മനോജാണ് നമ്മുടെ ആ ഡൗട്ട് ചോദിച്ചത്. അത് താൻ ലേറ്റായിട്ടാണ് കയറിയെന്ന് തോന്നുന്നു. ക്ലാരിഫൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് 9 മണിക്ക് നമ്മുടെ പ്രിയ കർത്താവിന്റെ ദാസൻ ഷാജൻ പാറക്കടവിൽ റോമാലേഖനം ക്ലാസ് എടുക്കുന്നതാണ്. കർത്താവ് സഹായിച്ചാൽ ഈ ആഴ്ച മുതൽ നമ്മുടെ PG മാത്യൂസ് തന്റെ കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു വീണ്ടും ജോയിൻ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദൈവഹിതമെങ്കിൽ ഈ വെള്ളിയാഴ്ച മുതൽ താൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും നന്ദി. നമ്മുടെ ദൈവം സഹായിച്ചാൽ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സുകളും ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷ് ഒരു ഓൺലൈൻ ഇതുപോലെ തന്നെ ബൈബിൾ കോളേജ് ക്ലാസ്സുകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അവസാനമായി ആരെങ്കിലും ഒരാൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചാട്ട് പ്രത്യേകം കേരളം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പല പ്രിയപ്പെട്ടവരും പത്തനംതിട്ടയിൽ നിന്ന് റാന്നിയിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്നവരുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ നമ്മുടെ സമശിഷ്ടങ്ങളായ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അവസാനമായി ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ആരുമില്ല. ഞാൻ
പ്രാർത്ഥിച്ചാൽ സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നീയോട് സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഓൺലൈൻ മീറ്റിലൂടെ കർത്താവെ ഞങ്ങൾക്ക് വചനം പഠിക്കുവാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഇതിനായി വഴിയൊരുക്കിയ എല്ലാ ദേവദാസ്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ, പ്രത്യേകമായി ഷാജി പാസ് ലാൽ പാസ് ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ചു ധാരാളമായി അവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവയുടെ പ്രവർത്തന മേഖലകളെല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം കൂടി ഇരിക്കണമേ. ഞങ്ങൾക്ക് കർത്താവെ ക്ലാസ് എടുക്കുന്ന എല്ലാ അധ്യാപകന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. ആമേൻ. അഭിഷേകത്തോടെ ആത്മനിറവോടെ കർത്താവ് വചനങ്ങൾ പറയുമ്പോൾ ഞങ്ങളും അതേപടി തന്നെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, ഞങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കർത്താവ് അനേകർക്ക് ആശ്വാസം അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരോടും കൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് അറിയുമ്പോൾ കർത്താവെ, ലോകം അതെന്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലോക സംഭവങ്ങൾ പറയുമ്പോൾ കർത്താവ് ഞങ്ങൾ അറിയുമ്പോൾ നാഥ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികളെല്ലാം ഉണ്ടാകും കർത്താവ്, ഭൂകമ്പങ്ങള്, അപ്പൊ അനവധിയായ സാഹചര്യങ്ങളൊക്കെ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ട് അധിക വിശുദ്ധിയോടെ വേർപാടോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി, ദൈവത്തെ സേവിക്കുന്നവരായി, അങ്ങയുടെ വരവനായി ഒരുങ്ങുന്നവരായി, പ്രത്യാശ നിറഞ്ഞ കൂട്ടമായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാലാവസ്ഥയുടെ പ്രസിദ്ധമായ സാഹചര്യങ്ങളോടെ കടന്നു പോകുന്ന ദേശങ്ങളൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പൊ അങ്ങ് കർത്താവ് മനസ്സലിയുമാറാകണമേ. കർത്താവെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന കർത്താവിന്റെ കാര്യം അതിന്മേൽ പ്രവർത്തിക്കുമാറാകണമേ. ജനസ്വസ്ഥരായിരിക്കട്ടെ, സമാധാനം അനുഭവിക്കുന്നവരായിട്ട് ഇരിക്കട്ടെ. അപ്പൊ അതിനായി കർത്താവ് വഴിവാതിൽ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്നു. ദിവസങ്ങളും കർത്താവ് ഞങ്ങൾ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും, പ്രത്യേകാൽ ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം. കർത്താവിന്റെ ദാസന് പ്രത്യേകം